നെയ്യാറ്റിൻകരയിൽ 15 വയസ്സുകാരിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരുതത്തൂർ സ്വദേശിനി അനഘയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കളും നാട്ടുകാരും. ഇന്ന് രാവിലെ 10:30-ഓടെയാണ് അനഘയെ കാണാതാവുന്നത്. തുടർന്ന് അനഘ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൊട്ടടുത്ത പട്ടിക്കാവിള കുളത്തിൻകരയിൽ നിന്ന് അനഘയുടെ ചെരുപ്പ് കണ്ടെത്തുന്നത്. തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ ഉൾപ്പെടെ അറിയിച്ച് കുളത്തിൽ വ്യാപക തെരച്ചിൽ നടത്തുകയും മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. KSEBയിലെ താൽക്കാലിക ജീവനക്കാരിയായ അമ്മയും മെഡിക്കൽ കോളേജിൽ MLT വിദ്യാർത്ഥിനിയായ സഹോദരിയും വീട്ടിലുണ്ടായിരുന്നില്ല. അച്ഛൻ സുരേഷ് കുമാർ പ്രവാസിയാണ്. അതേസമയം വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നിട്ടും ആഴമില്ലാത്ത പൊതുകുളത്തിൽ അനഘ എന്തിനെത്തിയെന്നാണ് ബന്ധുക്കളുടെ സംശയം. മാരായമുട്ടം HSSലെ 10ാം തരം വിദ്യാർത്ഥിനിയാണ് അനഘ. 2 ദിവസം മുമ്പ് നടന്ന പരീക്ഷ അനഘ എഴുതിയിരുന്നു. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കുട്ടിക്കില്ലായിരുന്നെന്ന് സ്കൂൾ അധികൃതരും അറിയിക്കുന്നു. കുട്ടിയുടെ മരണം പോലീസ് കൃത്യമായി അന്വേഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിയോടും കൂടെയാണ് ഇത്തരത്തിലൊരു സംഭവം അറിയുന്നത്. ഈ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ ഒരു പരീക്ഷ എഴുതി നിൽക്കുകയായിരുന്നു. ഒരു സഹോദരിയുണ്ട്, നേഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു സഹോദരി. ഈ കുട്ടിയുടെ പിതാവ് വിദേശത്താണ്, അമ്മ മീറ്റർ റീഡറായി താൽക്കാലികമായി ജോലി നോക്കുന്ന യൂണിവേഴ്സിറ്റി ബോർഡിൽ. അപ്പോൾ ഇന്ന് ആ അമ്മ വന്നപ്പോൾ കുട്ടിയെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചപ്പോൾ ഈ കുട്ടിയുടെ ചെരുപ്പ് ഇങ്ങനെ കുളത്തിൽ കണ്ടാണ് അങ്ങനെ സംശയം തോന്നുന്നത്. അപ്പോൾ ആ സംശയത്തിൻ്റെ വെച്ചിട്ട് ഫയർഫോഴ്സിനെ അറിയിച്ച് ഫയർഫോഴ്സ് വന്നാണ് ഈ ബോഡി കണ്ടെത്തുന്നത്. അപ്പം നമുക്കൊരു ഈ കുളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ചാൽ ഒരാൾ മുങ്ങി താഴേണ്ട ആഴം അതിനകത്തില്ല, കുറച്ച് ആഴം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടൊരു സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു സംശയം നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്. മൃതദേഹം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. നാളെയാണ് മൃതസംസ്കാരം.